മാടായി കോളേജ് നിയമന വിവാദത്തിൽ നേതൃത്വത്തിന് താൽക്കാലിക ആശ്വാസം. സമിതിയുടെ തീരുമാനമുണ്ടാകും വരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഇരു വിഭാഗങ്ങളും അറിയിച്ചു. KPCC ഉപസമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, എന്തെല്ലാമാണ് ഈ സമവായ ചർച്ചയിൽ തീരുമാനമായത്? ഇരു വിഭാഗങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് അറിയിച്ചത്? എന്താണെങ്കിലും ഇനി പരസ്യമായ പ്രതിഷേധങ്ങൾക്കില്ല എന്ന് ഇരു വിഭാഗങ്ങളും തുറന്നു സമ്മതിച്ചിരിക്കുന്നു, അല്ലേ? കണ്ണൂരിലെ മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് നേതൃത്വത്തിന് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. MP ആയിട്ടുള്ള MK രാഘവനന്റെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ ഉടലെടുത്തിരുന്നത്. ഇനി പരസ്യമായ ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് കടക്കില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ നിഖിൽ നൽകും. നിഖിൽ, എന്തെല്ലാം തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഈ KPCC നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉപസമിതിയുടെ റിപ്പോർട്ട് അടുത്ത ആഴ്ചയോടുകൂടിയാണ് KPCCക്ക് കൈമാറുക. അതിലൊരു തീരുമാനം വരുന്നത് വരെ പരസ്യമായ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് MK രാഘവൻ വിരുദ്ധ വിഭാഗം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടങ്ങുന്ന 3 അംഗ ഉപസമിതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ പയ്യന്നൂർ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ഈ ഇരുവിഭാഗങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷം വ്യക്തമാക്കിയത്. ഇരുവിഭാഗവും തൽക്കാലം പ്രത്യക്ഷമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധങ്ങളിൽ ഇടപെടില്ല എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയം, അതായത് മാടായി കോളേജിൽ CPIM പ്രവർത്തകന് നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ധനേഷ് എന്ന് പറയുന്ന CPIM പ്രവർത്തകന് ഓഫീസ് അറ്റൻഡറായി ജോലി നൽകിയത് MK രാഘവന്റെ താല്പര്യപ്രകാരമാണ്. അത് പിൻവലിക്കണം, ഈ CPIM പ്രവർത്തകനോട് രാജി ആവശ്യപ്പെടണം എന്നതായിരുന്നു ഈ വിമതർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഇത് കൃത്യമായി ഈ കാര്യങ്ങൾ, അതായത് ഇരുവിഭാഗവും നൽകിയ വിവരങ്ങൾ അത് കൃത്യമായി പഠിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. അതിനുശേഷം അത്തരം നടപടികളിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ട് വരുന്നത് വരെ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇരുവിഭാഗവും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം MK രാഘവനെതിരെ വിമർശനം ഉന്നയിക്കുകയും പ്രത്യക്ഷ പ്രതിഷേധം നടത്തുകയും ചെയ്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമനത്തിൽ ജാഗ്രതക്കുറവ് കാണിച്ചു എന്ന് കാണിച്ച് ഈ മാടായി കോളേജിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കോൺഗ്രസുകാരെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. അവരെ തിരിച്ചെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. അക്കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് തൽക്കാലത്തേക്ക് ഇനി ഇതിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് ഒരു വിവാദം ഉണ്ടാകില്ല, പരസ്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ഇരു വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ശാന്തമായ ഒരു അന്തരീക്ഷം കോൺഗ്രസിനകത്ത് ഉണ്ടാക്കാൻ ഇന്നത്തെ ചർച്ചയിലൂടെ സാധിച്ചു. മറ്റ് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് പൂർത്തിയാകുന്നതിനനുസരിച്ച് അത്തരം നടപടികളിലേക്ക് കടക്കും. ശരി നിഖിൽ, എന്നാണ് മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് മാത്രമാണ് പറയാനാകുക. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.